Hello everyone. Today we are discuss about extraordinary general meeting section 100. All general meetings of a company other than the annual general meeting are called extraordinary general meeting. ഒരു കമ്പനിയിലെ ആനുവൽ ജനറൽ മീറ്റിംഗ് അല്ലാത്ത എല്ലാ ജനറൽ മീറ്റിങ്ങിനെയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ഈസ് ദർ ഫോർ ഈസ് എ ജനറൽ മീറ്റിംഗ് വിച്ച് ഈസ് ഹെൽഡ് ബിറ്റ്വീൻ ടു ആനുവൽ ജനറൽ മീറ്റിംഗ്സ്. രണ്ട് ആനുവൽ ജനറൽ മീറ്റിങ്ങിൻ്റെ ഇടയിലായിരിക്കും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്തെങ്കിലും അർജൻറ്റ് ഇമ്പോർട്ടൻസ്, കമ്പനിക്ക് അർജൻറ്റായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ ആയിരിക്കും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വേസിലൂടെയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കോൾ ചെയ്യുന്നത്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ ഡയറക്ടേഴ്സ്. Regulation 43 of Table F provides that the directors may, whenever they deem fit, convene an extraordinary general meeting. The board has to pass a resolution to that effect. അതായത് ഡയറക്ടേഴ്സിന് റെഗുലേഷൻ 43 പ്രകാരം അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കോൾ ചെയ്യാനുള്ള റൈറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അവർ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കോൾ ചെയ്യണമെങ്കിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. രണ്ടാമത് ബൈ ഡയറക്ടേഴ്സ് ഓൺ റിക്വസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. The members also may compel the directors to call an extraordinary general meeting. പുറത്തുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് അവർ കമ്പൽ ചെയ്യുകയാണ് ഈ ഡയറക്ടേഴ്സിനോട് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരുടെ റിക്വസ്റ്റ് മൂലം വിളിക്കുക, അതായത് ഇവർ റിക്വസ്റ്റ് കൊടുക്കുക, ഡയറക്ടേഴ്സിനോട് പറയാം എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വേണം എന്നുള്ളത്. ഇതിനെന്ത് വേണം? ഇതിന് സൈൻ വേണം. അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹാവിങ് റൈറ്റ് ടു വോട്ട്. ഈ റിക്വസിഷൻ കോൾ ചെയ്യാനുള്ള റിക്വസിഷനിൽ മീറ്റിംഗ് സൈൻ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ഹോൾഡേഴ്സ് ഓഫ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഹാവിങ് റൈറ്റ് ടു വോട്ട്. അതായത് വോട്ടിംഗ് റൈറ്റുള്ള 1/3 ആൾക്കാരെങ്കിലും ഇതിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ജനറൽ മീറ്റിംഗ് വിളിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ അപ്പോൾ അവരെന്താണ്, മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് 1/10 ഓഫ് ദി ടോട്ടൽ വോട്ടിംഗ് പവർ ഓഫ് ഓൾ മെമ്പേഴ്സ് ഹാവിങ് എ വോട്ടിംഗ് ടു വോട്ട്. ഈ ഒരു മെമ്പേഴ്സ് എന്ത് ചെയ്യാം, 110 മെമ്പേഴ്സ് എങ്കിലും ഈ ഒരു റൈറ്റ് ടു വോട്ടുള്ള 110 മെമ്പേഴ്സ് എങ്കിലും റിക്വസ്റ്റ് കൊടുക്കണം. അങ്ങനെ റിക്വസിഷൻ വഴി ഈ ഒരു ഡയറക്ടേഴ്സിന് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് കോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈ റിക്വസിഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിക്വസിഷൻ പ്രകാരം. If the board does not within 21 days from the date of receipt of a valid requisition proceed to call a meeting on a day not later than 45 days from the date of receipt of such a requisition, the requisitionist may themselves proceed to call the meeting and claim necessary expenses from the company. അതായത് ബോർഡ് എന്ത് ചെയ്യാം, 21 ഡേയ്സിൻ്റെ ഉള്ളിൽ ഒരു വാലിഡ് റിക്വസിഷൻ പ്രൊസീഡ് ചെയ്തിട്ടില്ലെങ്കിൽ മീറ്റിംഗ് ഓൺ എ ഡേ നോട്ട് ലേറ്റർ ദാൻ 45 ഡേയ്സ്. ആ ഒരു റിക്വസിഷൻ ആ റിസീപ്റ്റ് കിട്ടിയതിന് ശേഷം 45 ദിവസത്തിൽ കൂടാത്ത ദിവസത്തിൻ്റെ ഉള്ളിൽ അവർക്കൊരു മീറ്റിംഗ് കോൾ ചെയ്യാം. എന്നിട്ട് ആ മീറ്റിങ്ങിനുള്ള എല്ലാ എക്സ്പെൻസസും കമ്പനിയിൽ നിന്ന് വഹിക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നത് ബൈ ദി ട്രൈബ്യൂണൽ. ഇഫ് ഡ്യൂ ടു എനി റീസൺ ഇഫ് ഇറ്റ് ഈസ് ഇൻകമ്പാറ്റബിൾ ടു ഹോൾഡ് ആൻ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്, the tribunal may order to call such a meeting either its own initiative or the application of any director or member of the company. അതായത് ഏതെങ്കിലും വോട്ടിംഗ് റൈറ്റുള്ള ഏതെങ്കിലും ഒരു മെമ്പേഴ്സിൻ്റെ താല്പര്യപ്രകാരമോ അല്ലെങ്കിൽ ട്രൈബ്യൂണലിൻ്റെ സ്വന്തം ഇഷ്ടത്തിനോ ഈ ഒരു കമ്പനിയുടെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് വേസ്, ഏതൊക്കെ വഴികളിലൂടെയാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കാൻ പറ്റുക. നെക്സ്റ്റ് പറയുന്നതാണ് നോട്ടീസ് ഓഫ് ദി മീറ്റിങ്ങിൻ്റെ നോട്ടീസ്. എ നോട്ടീസ് ഓഫ് 21 days ഹാസ് ടു ഗിവൺ ടു മെമ്പേഴ്സ് ഇൻഡിക്കേറ്റിംഗ് ദി നേച്ചർ ആൻഡ് ദി പാർട്ടിക്കിൾസ് ഓഫ് ദി റെസൊല്യൂഷൻ ടു ബി ഡിസ്കസ്ഡ്.
ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിൽ എന്താ മാറ്ററാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, അതിൻ്റെ നേച്ചർ, അതുപോലെ അതിൻ്റെ പെർട്ടിക്കുലേഴ്സൊക്കെ ഈ ഒരു നോട്ടീസിൽ ഉണ്ടായിരിക്കണം. ഈ നോട്ടീസ് 21 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മെമ്പേഴ്സിൻ്റെ എല്ലാവർക്കും എത്തിക്കണം. ഓൺലി സ്പെഷ്യൽ ബിസിനസ് ഈസ് ടു ബി ട്രാൻസാക്റ്റഡ് ഇൻ ദി മീറ്റിംഗ്. A detailed statement is also given in the notice, such as nature and extent of concern or interest of every director or manager, if any. അതായത് ഈ ഒരു നോട്ടീസിൽ പ്രകാരം തന്നെ ഈ നോട്ടീസിൽ നേച്ചർ, ആ ഒരു മീറ്റിങ്ങിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഡയറക്ടറിൻ്റെ മാനേജറിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടീസിൽ ഡീറ്റെയിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് സെക്രട്ടറി ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ദി എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിക്ക് എന്തൊക്കെ ഡ്യൂട്ടീസ്, എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനുള്ള വർക്ക് കാര്യങ്ങൾ. ഫസ്റ്റ് പറയുന്നത്, ഇഫ് ദി കമ്പനി മേ ബി റിസീവ്ഡ് എ ലെറ്റർ ഓഫ് റിക്വസിഷൻ ഫ്രം ദി മെമ്പേഴ്സ് ഫോർ convening the meeting immediately, the secretary must advise the board on the urgency of the meeting. അതായത് ഈ ഒരു മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ റിക്വസ്റ്റ് പ്രകാരം സെക്രട്ടറിക്ക് റിക്വസ്റ്റ് കിട്ടുകയാണ്, ഇങ്ങനെ ഇമ്മീഡിയറ്റ് മീറ്റിംഗ് നടത്തണം എന്നുള്ള റിക്വസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു സെക്രട്ടറി ബോർഡിന് അർജൻസി ആയിട്ട് ഇങ്ങനൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കണം. അത് ഇയാളുടെ ഒരു ഡ്യൂട്ടിയാണ്. രണ്ടാമത് പറയുന്നത്, എ ബോർഡ് മീറ്റിംഗ് ഈസ് ടു ബി കൺവെൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ചെയർമാൻ ടു കൺസിഡർ ദി ക്വസ്റ്റ്യൻ ഓഫ് ഹോൾഡിംഗ് ദി മീറ്റിംഗ്. ഈ ഒരു ബോർഡ് മീറ്റിംഗ് എങ്ങനെയാണ് നടത്തേണ്ടത്, അതുപോലെ ഈ മീറ്റിംഗ് എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടത്, അത് ആരുമായിട്ട് കൺസൾട്ട് ചെയ്യണം, ചെയർമാനുമായിട്ട് കൺസൾട്ട് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് ദി ബോർഡ് ഡിസൈഡ്സ് ടു ഹോൾഡ് ദി മീറ്റിംഗ്, സെക്രട്ടറി ഹാസ് ടു അസിസ്റ്റ് ദി ബോർഡ് ഇൻ പ്രിപ്പയറിംഗ് ദി ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻസ് ആൻഡ് ദി എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഒരു ബോർഡ് ഡിസൈഡ് ചെയ്യുകയാണ് പെട്ടെന്ന് ഈ ഒരു മീറ്റിംഗ് വിളിക്കണമെന്ന്. അപ്പോൾ സെക്രട്ടറിയാണ് ഈ മീറ്റിങ്ങിൻ്റെ ഡ്രാഫ്റ്റ് റെസൊല്യൂഷൻസൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതും എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ അസിസ്റ്റ് ചെയ്യേണ്ടതൊക്കെ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നതാണ്, സെക്രട്ടറി ഹാസ് ടു ഡ്രാഫ്റ്റ് നോട്ടീസ് ഫോർ കോളിംഗ് ദി മീറ്റിംഗ് ആൻഡ് ഷുഡ് മേക്ക് അറേഞ്ച്മെൻറ്റ് ഫോർ ഗെറ്റിംഗ് ഇറ്റ് പ്രിൻറ്റഡ്. സെക്രട്ടറിയാണ് ഈ ഒരു നോട്ടീസ് ആർക്കൊക്കെ കൊടുക്കണം, ആ നോട്ടീസ് പ്രിൻ്റ് എടുക്കേണ്ടതും അതുപോലെ നോട്ടീസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതും ഈ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത്, ഹി ഷുഡ് ഡിസ്പാച്ച് ദി നോട്ടീസ് അലോങ് വിത്ത് ദി എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ്, എ പ്രോക്സി ഫോംസ് എക്സെട്ര ടു ദി രജിസ്റ്റേർഡ് അഡ്രസ് ഓഫ് ഈച്ച് മെമ്പർ വെൽ ഇൻ അഡ്വാൻസ്. ഇദ്ദേഹമാണ്, ഈ ഒരു സെക്രട്ടറിയാണ് ഈ ഒരു നോട്ടീസിൽ അതിൻ്റെ ഒപ്പം എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രോസി ഫോംസ് ഒക്കെ ഡിസ്പാച്ച് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഹി ഷുഡ് പ്രിപ്പയർ ദി അജണ്ട ഓഫ് ദി മീറ്റിംഗ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി ചെയർമാൻ. ഈ മീറ്റിങ്ങിൻ്റെ അജണ്ട എന്താണ്, അതൊക്കെ ചെയർമാനുമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഡ്യൂട്ടിയും ഇത് പ്രിപ്പയർ ചെയ്യേണ്ട ഡ്യൂട്ടിയും ഈ ഒരു സെക്രട്ടറിക്ക് തന്നെയാണ്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. It is the first meeting of the shareholders of a public company having share capital and is held once in the lifetime of a company. അതായത് ഒരു കമ്പനി തുടങ്ങിയാൽ ഏറ്റവും ഫസ്റ്റ് നടത്തുന്ന ഒരു മീറ്റിംഗ് ആണ്, ഒരു പബ്ലിക് കമ്പനിയുടെ ഫസ്റ്റ് നടത്തുന്ന മീറ്റിംഗ് ആണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് എന്ന് പറയുന്നത്. എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അണ്ടർ എ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ നീഡ് നോട്ട് ഹോൾഡ് എ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കോ അതുപോലെ കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിക്കോ നോട്ട് ഹാവിങ് ഷെയർ ക്യാപിറ്റൽ ഉള്ള കമ്പനിക്കോ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല. ദ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് മസ്റ്റ് ബി ഹെൽഡ് വിത്തിൻ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 1 month ആൻഡ് നോട്ട് മോർ ദാൻ 6 months ആഫ്റ്റർ ദി ഡേറ്റ് ഓൺ വിച്ച് എ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു കമൻസ് ഇറ്റ്സ് ബിസിനസ്. ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് നടത്തേണ്ടത് വിത്തിൻ എ പീരീഡ് ഓഫ് നോട്ട് ലെസ് ദാൻ 1 month, അതുപോലെ തന്നെ 1 monthൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ 6 മാസത്തിൽ കൂടാനോ പറ്റില്ല. 6 മാസം കഴിഞ്ഞിട്ട് നോട്ട് മോർ ദാൻ 6 months, 6 മാസത്തിൽ കൂടാൻ പറ്റില്ല. ആഫ്റ്റർ ദി ഡേറ്റ് ഓഫ് വിച്ച് എ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു കമൻസ് ഇറ്റ്സ് ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഒന്നെങ്കിൽ 1 മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണം. ഇനി അതിൽ വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ ഡയറക്ടേഴ്സ് ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻഡ് സെൻഡ് എ റിപ്പോർട്ട് കോൾഡ് ദി സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. എവറി മെമ്പർ ഓഫ് എ കമ്പനി അറ്റ്ലീസ്റ്റ് 21 days ബിഫോർ ദി ഡേറ്റ് ഓഫ് മീറ്റിംഗ്. ഈ റിപ്പോർട്ട് എല്ലാവരും മെമ്പറും ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൽ അറ്റ്ലീസ്റ്റ് 21 days ബിഫോർ
ദി ഡേറ്റ് ഓഫ് മീറ്റിംഗ്. ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ദിസ് റിപ്പോർട്ട് ഈസ് റിക്വയർഡ് ടു ബി സബ്മിറ്റഡ് വിത്ത് ദി രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. കമ്പനീസിൻ്റെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനാണ് ഈ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് പ്രിപ്പയർ ചെയ്യേണ്ട റിപ്പോർട്ടാണ്. സ്റ്റാറ്റ്യൂട്ടറി മീറ്റിങ്ങിൽ, അതായത് ഓരോ കമ്പനിയിലെ മെമ്പേഴ്സും അറ്റൻഡ് ചെയ്ത ആ മീറ്റിങ്ങിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തയ്യാറാക്കേണ്ട റിപ്പോർട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. അതിൻ്റെ കണ്ടൻസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്: the total numbers of shares allotted distribution as fully paid up, partly paid up and shares issued for consideration other than cash. ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്, അതായത് എത്ര ഈ ഒരു റിപ്പോർട്ടിൽ തന്നെ എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടായിരിക്കണം, ഫുള്ളി പെയ്ഡപ്പ് എത്ര, പാർട്ട്ലി പെയ്ഡപ്പ് എത്ര, കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷുമായിട്ട് ഇഷ്യൂ ചെയ്ത ഷെയർസ് എത്ര, അതൊക്കെ ഇതിൽ കാണിക്കണം. അതുപോലെ തന്നെ ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാഷ് റിസീവ്ഡ് ബൈ എ കമ്പനി ഫോർ ദി ഷെയർസ് അലോട്ടഡ്, എത്ര എമൗണ്ട് ഓഫ് ക്യാഷ് കമ്പനിക്ക് റിസീവ് ചെയ്തിട്ടുണ്ട് ഷെയർ കൊടുത്തതിന്. അതുപോലെ തന്നെ ആൻ അബ്സ്ട്രാക്ട് ഓഫ് ദി റെസീപ്റ്റ്സ് ഓഫ് ദി കമ്പനി ഓഫ് ദി പേയ്മെൻറ്റ്സ് മെയ്ഡ് അപ് ടു ദി ഡേറ്റ് വിത്തിൻ 7 days ഡേ ഓഫ് റിപ്പോർട്ട്. കമ്പനിയുടെ റെസീപ്റ്റ് റിപ്പോർട്ടിൻ്റെയൊക്കെ ഒരു അബ്സ്ട്രാക്റ്റ് തയ്യാറാക്കണം, അതിൻ്റെ പേയ്മെൻറ്റ്സ് ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ഡയറക്ടേഴ്സ്, ഓഡിറ്റേഴ്സ് ആൻഡ് അതർ മാനേജറിയൽ പേഴ്സൺ. ഈ റിപ്പോർട്ടിൽ ഡയറക്ടേഴ്സിൻ്റെ, ഓഡിറ്റേഴ്സിൻ്റെ, അതർ ആയിട്ടുള്ള മാനേജറിയൽ പേഴ്സണിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡീറ്റെയിൽസ് റിഗാർഡിങ് ദി കോൺട്രാക്ട്സ് എൻറ്റേർഡ് ബൈ ദി കമ്പനി. കമ്പനി ഏതൊക്കെ കോൺട്രാക്റ്റിലാണ് എൻറ്റർ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസും ഈ ഒരു റിപ്പോർട്ടിൽ കാണിക്കണം. അപ്പോൾ ഇത്രയാണ് കണ്ടൻസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. നെക്സ്റ്റ് പറയുന്നതാണ് ക്ലാസ് മീറ്റിംഗ്. were the shares of a company is divided into different classes of shares. Meeting of different classes of shares and may have to be called in order to discuss matters affecting them. It is known as a class meeting. Such a meeting can be attended only by that class of shareholders. Section 48. സെക്ഷൻ 48 പ്രകാരം ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഷെയർസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ് ഓഫ് ഷെയർസിലുള്ള ആ ഷെയർ ഹോൾഡേഴ്സിനെ മാത്രം വിളിച്ച് നടത്തുന്ന മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ആ മീറ്റിങ്ങിൽ ആ ക്ലാസ്സിലുള്ള ഷെയർ ഹോൾഡേഴ്സ് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് പറയുന്നതാണ് മീറ്റിംഗ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ദ കമ്പനി may call the meetings of its debenture holders to get their approval for making any change in their terms and conditions. കമ്പനി എന്ത് ചെയ്യും, കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സുമായിട്ട് ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് തമ്മിലുള്ള മീറ്റിംഗ്. എ കമ്പനി may call the meetings of creditors when the company proposes to make a scheme for arrangement with its creditors. കമ്പനി എന്തു ചെയ്യും, കമ്പനി ക്രെഡിറ്റേഴ്സുമായിട്ടൊരു മീറ്റിംഗ് കോൾ ചെയ്യുകയാണ്. കമ്പനി എന്തെങ്കിലും സ്കീം ക്രെഡിറ്റേഴ്സിന് അറേഞ്ച്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്, അതായത് കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്തോ അല്ലെങ്കിൽ മീറ്റിങ്സൊക്കെ നടത്തുന്ന മീറ്റിംഗാണ് ക്രെഡിറ്റേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത്. കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അതിൽ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റോ അവരുടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മീറ്റിംഗാണ് മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മീറ്റിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് റിക്വിസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. ഒരു വാലിഡ് മീറ്റിംഗ് അല്ലെങ്കിൽ നടത്തണമെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് എന്ന് പറയും. ഇതിൽ കുറച്ച് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പ്രോപ്പർ അതോറിറ്റി ടു കൺവെൻ ദി മീറ്റിംഗ്. പ്രോപ്പർ അതോറിറ്റി ഉണ്ടായിരിക്കണം. സെക്കൻഡ്, നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ്. അതുപോലെ തേർഡ് വൺ, കോറം. ഫോർത്ത് വൺ, ദ ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ്. ഫിഫ്ത്ത് വൺ, മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ്. ഫിഫ്ത്ത് വൺ, സെവൻത്ത് വൺ, വോട്ടിംഗ്. നെക്സ്റ്റ് അജണ്ട. പ്രോസീസ് സെക്ഷൻ 105, റെസൊല്യൂഷൻ, മോഷൻസ് ആൻഡ് റെസൊല്യൂഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വാലിഡ് മീറ്റിങ്ങിന് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. പ്രോപ്പർ അതോറിറ്റി ടു കൺവെൻ ദി മീറ്റിംഗ്. The first important requisites of a valid meeting is that it must be called by proper authority. അതായത് ഒരു മീറ്റിംഗ് കോൾഡ് ചെയ്യണമെങ്കിൽ, ഒരു മീറ്റിംഗ് വിളിക്കണമെങ്കിൽ അതിന് പറ്റിയ പ്രോപ്പർ അതോറിറ്റി, അധികാരമുള്ളവർക്ക് മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. Get the proper authority to convene a general meeting of a company is the board of directors. The board of directors pass a resolution to call the meeting at the board meeting. ഇങ്ങനെയുള്ള പ്രോപ്പർ അതോറിറ്റി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് ഇങ്ങനെ മീറ്റിംഗ് വിളിക്കാനുള്ള പവർ ഉള്ളത്. അപ്പോൾ അവരാണ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വിളിക്കുന്നത് അതിന് റിക്വസ്റ്റ് പ്രകാരം.
രണ്ടാമത് വേണ്ടതാണ് നോട്ടീസ് ഓഫ് മീറ്റിംഗ്. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു നോട്ടീസ് അത്യാവശ്യമാണ്. അപ്പോൾ മീറ്റിംഗ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്, മീറ്റിങ്ങിൽ നോട്ടീസ് കൊടുക്കണം എന്നുള്ളത്. ദ സെക്കൻഡ് റിക്വയർമെൻറ്റ് ഓഫ് എ വാലിഡ് മീറ്റിംഗ് ഈസ് ദാറ്റ് പ്രോപ്പർ നോട്ടീസ് ഓഫ് ദി മീറ്റിംഗ് ഷുഡ് ബി ഗിവൺ ടു ദി മെമ്പേഴ്സിന് പ്രോപ്പർ നോട്ടീസ് കൊടുക്കുക. ദ ഫോളോയിങ് പോയിന്റ്സ് മേ ബി നോട്ട്. അങ്ങനെ നോട്ടീസ് കൊടുക്കുമ്പോൾ കുറച്ച് പോയിന്റ്സ് നോക്കണം. ഡ്യൂറേഷൻ ഓഫ് നോട്ടീസിൻ്റെ ഡ്യൂറേഷൻ 21 days ബിഫോർ ദി മീറ്റിംഗ് നോട്ടീസ് ഷുഡ് ബി ഗിവൺ. മീറ്റിങ്ങിൻ്റെ 21 ദിവസത്തിൻ്റെ മുന്നേ തന്നെ ഇവർക്ക് നോട്ടീസ് എത്തിച്ചു കൊടുക്കണം. അതുപോലെ റിട്ടേൺ ദി നോട്ടീസ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ് ഓർ ത്രൂ ഇലക്ട്രോണിക് മോഡ്. ഒന്നെങ്കിൽ റൈറ്റ് ചെയ്തിട്ടുള്ള ഫോമിലായിരിക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മോഡിലായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് നോട്ടീസ് ഓഫ് ദി ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി ഷാൾ ബി പ്ലേസ്ഡ് ഓൺ ദി വെബ്സൈറ്റ് ഓഫ് ദി കമ്പനി. ഈ ഒരു മീറ്റിങ്ങിൻ്റെ നോട്ടീസ് എന്ന് പറയുന്നത് കമ്പനിയുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ പറയേണ്ടതാണ് പ്ലേസ്, ഡേറ്റ് ആൻഡ് ടൈം മസ്റ്റ് ബി മെൻഷൻ ഇൻ ദി നോട്ടീസിൽ ടൈമും പ്ലേസും ഡേറ്റും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി മൂന്നാമതായിട്ട് വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിക്വിസിറ്റാണ് അല്ലെങ്കിൽ എസെൻഷ്യലാണ് കോറം. സെക്ഷൻ 103 ഇതിനെക്കുറിച്ച് പറയുന്നത്. കോറം മീൻസ് ദി മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹൂ മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ദി മീറ്റിംഗ് ഫോർ ദി വാലിഡിറ്റി ഓഫ് ദി മീറ്റിംഗ്. മീറ്റിങ്ങിന് മിനിമം ആയിട്ട് എത്ര ആളെങ്കിലും പങ്കെടുക്കണം, അതിനാണ് കോറം എന്ന് പറയുന്നത്. അപ്പോൾ കോറത്തിൽ ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ കോറം സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ കോറം പ്രസൻ്റ് ആയിട്ടില്ലെങ്കിൽ ആ മീറ്റിംഗ് എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിരിക്കും. നെക്സ്റ്റ് പറയുന്ന ഒരു റിക്വിസിറ്റ് ആണ് ദ ചെയർമാൻ ഓഫ് ദി മീറ്റിംഗ്. എ ചെയർമാൻ ഈസ് എ പേഴ്സൺ ഹു പ്രൊസീഡ്സ് ദി മീറ്റിംഗ്. എ ചെയർമാൻ ഈസ് എ നെസസിറ്റി ടു കണ്ടക്ട് എ മീറ്റിംഗ്. ആർട്ടിക്കിൾസ് മേ ഹാവ് പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ദി ചെയർമാൻ. ഒരു കമ്പനിയിലെ മീറ്റിംഗ് നടത്തണമെങ്കിൽ ഒരു ചെയർമാൻ എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ ചെയർമാൻ ഉണ്ടെങ്കിൽ മാത്രമേ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആർട്ടിക്കിൾസിൽ ചെയർമാൻ്റെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചിട്ട് കുറച്ച് പറയുന്നുണ്ട്. അതുപോലെ ഡ്യൂട്ടീസ് ഓഫ് ചെയർമാനും പറയുന്നുണ്ട്. അപ്പോൾ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു സീ ദാറ്റ് ദി മീറ്റിംഗ് ഇറ്റ്സെൽഫ് ഈസ് പ്രോപ്പർ. ദിസ് മീൻസ് ദാറ്റ് ദി ചെയർമാൻ വിൽ സീ the meeting is properly called by giving proper notice to all who are entitled and the quorum is present at the meeting. He must also see whether the appointment of chairman himself has been in order. അതായത് ചെയർമാൻ ഈ മീറ്റിംഗ് നടത്തുന്നത് പ്രോപ്പർ വേയിലാണോ നടത്തുന്നത്, അതുപോലെ എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടോ, അവർക്ക് പ്രോപ്പർ നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ടോ, ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ചെയർമാൻ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത് പറയുന്നത് ഹി മസ്റ്റ് നോട്ട് ദാറ്റ് ദി പ്രൊസീഡിങ്സ് ആർ കണ്ടക്റ്റഡ് അക്കോർഡിംഗ് ടു ദി അജണ്ട. ഇയാൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്യണം. പ്രൊസീഡിങ്സ് കണ്ടക്ട് ചെയ്യുന്നത് അജണ്ട പ്രകാരമാണോ, ഈ ഒരു മീറ്റിങ്ങിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ കണ്ടക്ട് ചെയ്തെന്നുള്ളത് നോട്ട് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹി ഷുഡ് സീ ദാറ്റ് ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദി മീറ്റിംഗ് ആർ അറ്റാച്ച്ഡ് വിത്ത്. ഈ മീറ്റിങ്ങിന് എന്തൊക്കെ റൂൾസ് ഉണ്ട്, അതുപോലെ എന്തൊക്കെയാണ് അതിൻ്റെ റെഗുലേഷൻസ്, ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഹി ഷുഡ് എൻഷുർ ദാറ്റ് ദി ബിസിനസ് ഈസ് വിത്തിൻ ദി സ്കോപ്പ് ഓഫ് ദി മീറ്റിംഗ്. ഈ മീറ്റിങ്ങിൻ്റെ ബിസിനസ്സിൻ്റെ സ്കോപ്പിനകത്താണോ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുള്ളതെന്ന് ഇദ്ദേഹം നോക്കണം. അതുപോലെ തന്നെ ഹി മസ്റ്റ് പ്രിസർവ് ഓർഡർ, കണ്ടക്ട് മീറ്റിംഗ് പ്രോപ്പർലി ആൻഡ് ടേക്ക് കെയർ ദാറ്റ് ദി സെൻസ് ഓഫ് ദി മീറ്റിംഗ്സ് ഈസ് അസർട്ടൈൻഡ് വിത്ത് റിഗാർഡ് ടു എവറി ക്വസ്റ്റ്യൻ ബിഫോർ ഇറ്റ്. അതായത് ഈ ഒരു ഓർഡർ ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനുള്ള ഓർഡറൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോ, അതുപോലെ അതിനുള്ള പ്രോപ്പർ കെയറും കാര്യങ്ങളൊക്കെ ഇദ്ദേഹം കൊടുക്കണം. അതുപോലെ തന്നെ ഹി ഷുഡ് സീ ദാറ്റ് ഇമോഷൻ ഈസ് പ്രോപ്പർലി പ്രൊപ്പോസ്ഡ് ആൻഡ് entered, amendments are properly considered and incorporated. ഈ ഒരു മീറ്റിങ്ങിൽ ഉള്ള അമെൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടോ, കൺസിഡർ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അതുപോലെ തന്നെ ഹി മസ്റ്റ് എക്സസൈസ് ഹിസ് കാസ്റ്റിംഗ് വോട്ട് ഫോർ ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. കാസ്റ്റിംഗ് വോട്ട് ഇയാളെ എക്സസൈസ് ചെയ്യണം, കമ്പനിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് വോട്ടിങ് കാര്യങ്ങളൊക്കെ എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റിക്വസിറ്റ് ആണ് മിനിറ്റ്സ് ഓഫ് ദി മീറ്റിംഗ്. മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കുക. മിനിറ്റ്സ് ക്യാൻ ബി ഡിസ്ക്രൈബ് ആസ് എ ക്ലിയർ, അക്യുറേറ്റ് ആൻഡ് കോൺഷ്യസ് റെക്കോർഡ് ഓഫ് ദി പ്രൊസീഡിങ്സ് ആൻഡ് ദി ഡിസിഷൻസ് അറൈവ്ഡ് അറ്റ് എ മീറ്റിംഗ്. മിനിറ്റ്സ് എന്ന് പറയുന്നത് കമ്പനിയുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ഡിസിഷൻസ് ഉണ്ട്, അതിൻ്റെ പ്രൊസീഡിങ്സും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക. ക്ലിയർ ആയിട്ടും അക്യുറേറ്റ് ആയിട്ടും കോൺഷ്യസ് ആയിട്ടും റെക്കോർഡ് ചെയ്യുന്നതിനാണ്
മിനിറ്റ്സ് എന്ന് പറയുന്നത്. ദ മിനിറ്റ് വിൽ നോട്ട് ഓൺലി ബി പ്രിപ്പയർഡ് ബട്ട് ഷുഡ് ബി പ്രിസേർവ്ഡ് ഇൻ എ പെർമനൻറ്റ് ഫോം ഫോർ ഫ്യൂച്ചർ റെഫറൻസ് ആൻഡ് എവിഡൻസ്. ഈ ഒരു മിനിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു മീറ്റിങ്ങിൽ എന്തൊക്കെ നടത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് മനസ്സിലാവാനൊക്കെ വേണ്ടിയിട്ടാണ് മിനിറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. All the minutes of successive meetings of an organization or committee are collected in a book and this book is known as minute book. ഈ ഒരു എല്ലാ മീറ്റിങ്ങിൻ്റെയും സക്സസീവ് മീറ്റിങ്സിൻ്റെ ഒക്കെ എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കുന്ന ബുക്കാണ് മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്നത്. ഇനി ഒരു മിനിറ്റ്സിൻ്റെ objectives or uses of minutes. The main objectives of minutes are as follows. First one, minutes provides a clear, conscious and accurate record of the business transaction at a meeting. ആ മീറ്റിങ്ങിലുള്ള എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻ്റെയും കറക്റ്റ് ആയിട്ടുള്ള അതുപോലെ ക്ലിയർ ആയിട്ടുള്ള കൃത്യതയോട് കൂടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും മിനിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ദേ സെർവ് ആസ് എ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ദി പ്രൊസീഡിങ്സ് ആൻഡ് ഡിസിഷൻസ് ഓഫ് ദി മീറ്റിങ്ങിൻ്റെ പെർമനൻറ്റ് റെക്കോർഡാണ്. അതായത് മീറ്റിംഗ് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പെർമനൻറ്റ് റെക്കോർഡാണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദേ ആർ അക്സെപ്റ്റഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ഫോർ എവിഡൻസ്. ഇത് എവിടെയും എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കും. കോടതിയിൽ എന്തെങ്കിലും തെളിവിനൊക്കെ കമ്പനി മിനിറ്റ്സ് ബുക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയും മിനിറ്റ്സ് ആർ വെരി യൂസ്ഫുൾ ടു ദോസ് മെമ്പേഴ്സ് ഹു ആർ ആബ്സെൻറ്റ് അറ്റ് ദി ഡേ ഓഫ് ദി മീറ്റിംഗ്. ഈ ഒരു മിനിറ്റ് ബുക്ക് നോക്കിയാൽ ആ മീറ്റിങ്ങിൽ വരാത്തവർക്ക് ആ മീറ്റിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ദേ പ്രൊവൈഡ് എ ലിങ്ക് ബിറ്റ്വീൻ വൺ മീറ്റിംഗ് ആൻഡ് ദി പ്രീവിയസ് മീറ്റിംഗ്. ഇവിടെ വൺ മീറ്റിങ്ങും അതുപോലെ പ്രീവിയസ് മീറ്റിംഗും തമ്മിലുള്ള ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു മിനിറ്റ്സ് ബുക്കിൽ.